Hi friends, again I am back with the activities of Project Tiger by Satyajit Ray. അല്ലെ, പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഓർമ്മയുണ്ടല്ലോ. എന്തായിരുന്നു? പഴയ ഒരു കാലഘട്ടത്തില്, ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള അത്രത്തോളം ഡിജിറ്റലിന്റെ ഒരു സാങ്കേതിക വിദ്യ വളരാത്തൊരു കാലഘട്ടത്തില് ഒരു അനിമൽസിനെ വെച്ചിട്ട് ഒരു ഫിലിം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസ്ക്കും അതിന് വെക്കുന്ന പല രീതിയിലുള്ള ഒരു ഫിലിമിന്റെ പല പല ഷോട്ടുകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ടീമും എടുത്ത റിസ്കിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് പ്രൊജക്ട് ടൈഗർ അല്ലെ. അതിന്റെ ലാസ്റ്റ് പാർട്ട് ആക്ടിവിറ്റിയിലോട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് വേർഡ്സ്. ആക്ടിവിറ്റി 1. Go through the film terminology given and answer the questions that follow. ഫിലിം ടെർമിനോളജി എന്താണ്? ഫിലിം ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ടെർമിനോളജി എന്ന് പറഞ്ഞ ഒരു പദാവലി എന്നൊക്കെ പറയും, ഒരു സാങ്കേതിക ഭാഷ. ഫിലിമിന്റെ ഒരു ലോകത്ത്, ഫിലിം എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രിയിൽ അതിനു വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന പല വേർഡുകളുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഫിലിമിന്റെ ഷൂട്ടിംഗ് പ്ലേസിലോട്ട് പോയെന്ന് വിചാരിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പോകുമ്പോ ഒരു കഥ പറയുന്ന ആളും ഡയറക്ടറും ഒക്കെ ഇരുന്നിട്ട് അവര് പറയുമ്പോൾ അവർ ആ കഥ എക്സ്പ്ലെയിൻ, നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ അവർ യൂസ് ചെയ്യുന്ന പല പല കോഡുകളായിരിക്കും. കോഡ് എന്ന് നമ്മൾ പറയും, പക്ഷെ അത് അവരുടെ ആ ഒരു ഇൻഡസ്ട്രിയിൽ പല സാഹചര്യങ്ങളും പല പല വേർഡ്സുകളാണ് യൂസ് ചെയ്യുക. ചിലപ്പം ക്യാമറ ബേസ് ചെയ്തിട്ട്, ചിലപ്പം ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട്, ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടൊക്കെ അവർ യൂസ് ചെയ്യുന്ന പല വേർഡ്സുകളുണ്ട്, പല പല ടേമുകളുണ്ട് അല്ലെ. അത് ആ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കും അത് കുറച്ച് അതിലൊരു ചെറിയ പാട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. അപ്പൊ ഫിലിംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സാങ്കേതികപരമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഭാഷകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഷോർട്സ് ആൻഡ് ഫ്രെയിം അല്ലെ. ഷോട്ട് എന്തായാലും നിങ്ങൾക്കറിയാം അല്ലെ. ഒരു ഷോട്ട് എടുത്തിട്ട് അടുത്ത ഷോട്ട് പോയി എടുക്കും. ആ ഷോട്ട് എടുത്തപ്പോ ഞങ്ങൾ അത് ചെയ്തിരുന്നു, മറ്റേ ഷോട്ട് അവിടെയായിരുന്നു എടുത്തത്, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഫ്രെയിം അല്ലെ, ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞാൽ തന്നെ ഫ്രെയിം ഇവിടെ വെക്കാം, ഫ്രെയിം ഇതാ ഇവിടെ കൊണ്ടുപോയി വെക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ. ഫ്രെയിം അങ്ങോട്ട് വെക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. സോ നമുക്ക് നോക്കാം ഷോർട്സ് ആൻഡ് ഫ്രെയിം അല്ലെ. ഷോട്ടുകൾ എത്ര ടൈപ്പുകൾ, പല പല ടൈപ്പ് ഷോട്ടുകൾ ഉണ്ട് അല്ലെ. പല പല രീതിയിൽ എടുക്കുമ്പോൾ അതിന് ഓരോ ടൈപ്പ് ഷോട്ടുകളാണ് പറയാം. നോക്കാം. ഫസ്റ്റ് ഷോട്ട് എന്താന്ന് നോക്കാം. എ സിംഗിൾ പീസ് ഓഫ് എ ഫിലിം അൺഇൻറ്ററപ്റ്റഡ് ബൈ കട്ട്സ് അല്ലെ. കട്ടുകൾ പറഞ്ഞുകൊണ്ടെടുക്കുന്ന ചെറിയ പീസ് ഓഫ് ഫിലിംസ് അല്ലെ. ഒരു ചെറിയ ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് കട്ട് പറയും, അടുത്തൊരു പീസ് കുറച്ച് സീനുകളൊക്കെ എടുത്തിട്ട് കട്ട് പറയും. അങ്ങനെ ചെറിയ പീസായിട്ട് കട്ടുകൾ പറഞ്ഞുകൊണ്ട് വരുന്ന ആ ഒരു ഫിലിമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് അല്ലെ, സ്ഥാപിക്കുകയാണ് അല്ലെ. അപ്പൊ ഷോട്ട് എടുക്കുന്ന ഓക്കെ, കട്ട് പറയുന്നതനുസരിച്ച് ഇങ്ങനെ എടുക്കുന്നതാണ് ഷോട്ട്. പിന്നെ അത് എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. എന്താ നോക്കാം. ഓഫൺ ഇറ്റ് ഈസ് എ ലോങ് ഷോട്ട്, എ സീരീസ് ഓഫ് ഷോട്ട് ദാറ്റ് ഇസ് സെറ്റ് എ സീൻ അല്ലെ. ചില സമയത്ത് നമ്മൾ പലപ്പോഴും എന്തായിരിക്കും, ചിലപ്പോൾ ലോങ് ഷോട്ട് ഉണ്ടായിരിക്കും, ചിലപ്പോൾ സീരീസ് ഓഫ് ഷോട്ട് ആയിരിക്കും അല്ലെ. It is used to establish setting and to show transition between locations അല്ലെ. അപ്പൊ എന്താണ് മക്കളെ, ഈ ഷോട്ടൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെതായിട്ടുള്ള സെറ്റിങ്സും ലൊക്കേഷൻസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും സെറ്റിങ്സ് മാറ്റാനും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുണ്ട്, ഷോട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനാണ് എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ലോങ് ഷോട്ട്. എന്താണ് ലോങ് ഷോട്ട്? ആ വേർഡ് തന്നെ ഉണ്ട് അല്ലെ, അത് എന്ത് ആയിരിക്കും എന്നുള്ളത്. ഇറ്റ് ഈസ് എ ഷോട്ട് ഫ്രം സം ഡിസ്റ്റൻസ് അല്ലെ. എന്താണ്, കുറച്ച് ദൂരെ നിന്നിട്ട് എടുക്കാം. അത്യാവശ്യം ദൂരത്ത് നിന്ന് എടുക്കുമ്പോൾ എന്തായിരിക്കും, ലോങ് ആയിരിക്കുമല്ലോ. ക്യാമറയുടെ വ്യൂ വരുന്നത് എന്തായിരിക്കും, ലോങ് ആയിരിക്കും. അപ്പൊ ലോങ് ഡിസ്റ്റൻസ് നിന്ന് എടുക്കുകയാണ് ക്യാമറ വെക്കുന്നത്, കുറച്ച് ലോങ് ദൂരത്താണ് വെക്കുന്നത്. Then filming a person that a full body is shown അല്ലെ. It may show the isolation, vulnerability of the character and also it is called full shot. ഇതിനെ full shot എന്ന് പറയും. ഐസൊലേഷൻ പറഞ്ഞ ഏകാന്തത കേട്ടോ. വൾനറബിലിറ്റി എന്ന് പറഞ്ഞാല് ഈ മനുഷ്യന്റെ ദുർബലമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, അതാണ്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഫിലിംസിലൊക്കെ നിരാശയൊക്കെയുള്ള സമയങ്ങളിൽ ആളുകളുടെ അവരെങ്ങനെ ചിത്രീകരിക്കാം. ഒരു കടലിന്റെ അടുത്ത് പോയിട്ട് കടലിനെ മണലിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ കാണും. നമ്മളിങ്ങനെ ദൂരത്തേക്കായിരിക്കും അല്ലെ. ദൂരെ നിന്ന് കാണുമ്പോൾ ചെറിയൊരു കടൽ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ആളെങ്ങനെ കംപ്ലീറ്റ് അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് തനിച്ചിരിക്കുന്നുണ്ടാവും, ഫുള്ള് ആരും ഉണ്ടാവില്ല, തനിച്ചായിരിക്കും അല്ലെ. ഇങ്ങനെയുള്ള ഷോട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ആ വ്യക്തിയുടെ ആ ഒരു ഏകാന്തത ശരിക്കും നമുക്ക് അങ്ങ് ഫീൽ ചെയ്യും അല്ലെ. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലോങ് ഷോട്ട് എടുക്കുന്നത്. ഓക്കെ,
ദെൻ മീഡിയം ഷോട്ട് അല്ലെ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ഷോട്ട്. വളരെ കോമൺ ആയിട്ട് സാധാരണയായിട്ട് എപ്പോഴും ഈ ഒരു ഷോട്ടിലായിരിക്കും അധികം. ഇപ്പൊ ഫിലിംസ് ഒക്കെ വീട്ടിലുള്ള സീനുകളൊക്കെ അധികം എടുക്കുമ്പോൾ അങ്ങനെ ദൂരെ പോയി എടുത്തിട്ട് കാര്യമില്ല അല്ലെ. അതുപോലെ സീരിയലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതൊക്കെ അധികം മീഡിയം ഷോട്ട് ആയിരിക്കും. ഓക്കെ, the camera seems to be at a medium distance from the object being filmed. A medium shot shown the person from the waist up. The effect is to ground the story. നമ്മുടെ ഒരു വേസ്റ്റ് പാർട്ട് മുതൽ, ഒരു വ്യക്തിയുടെ വേസ്റ്റ് പാർട്ട് മുതൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഫിലിമിലൊക്കെ നമ്മൾ സീരിയലിലൊക്കെ നന്നായിട്ട് ആ ഒരു ആളുകളുടെ ഏകദേശം ഈ ഒരു പാർട്ട് മുതൽ വ്യക്തമായിട്ട് കാണും അല്ലെ. ഒരു കോമൺ ആയിട്ട് എപ്പോഴും കാണുന്നത് അങ്ങനെ തന്നെയായിരിക്കും. ഫിലിമിലാണെങ്കിലും ഈവൻ സീരിയലിലാണെങ്കിലും ഒക്കെ കൂടുതലും ഈ ഒരു മീഡിയം ഡിസ്റ്റൻസിലെ ക്യാമറ വെച്ചിട്ടുള്ള ഈ ഒരു ഷോട്ട് ഉണ്ടല്ലോ, അത് പൊതുവെ എല്ലാത്തിനും ഉണ്ടാവും. ഓക്കെ, ദെൻ ക്ലോസ് അപ്പ് അല്ലെ. ക്ലോസ് അപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ വേർഡ്സുകളൊക്കെ നിങ്ങൾ ഒരുപാട് ഇപ്പോ ഇതിപ്പോ ഒരു പഴയ കാലഘട്ടത്തിലുള്ള ഒരാൾക്കാണ് ഈ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം മനസ്സിലാവും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, കാരണം ഇപ്പൊ റീൽസ് ആയിട്ടും പല പല കാര്യങ്ങൾക്ക് ക്യാമറ വീഡിയോ എടുത്തിട്ടും ഒക്കെ നിങ്ങൾക്ക് അറിയാം എന്താണ് ലോങ്, എന്താണ് അതുപോലെ ഷോർട്ട്, എന്താണ് അതുപോലെ ക്ലോസപ്പ് അല്ലെ, സൂം ചെയ്യുക, ഇങ്ങനെ പല വേർഡുകളും നിങ്ങളിപ്പോ യൂസ് ചെയ്ത് ശീലമായിട്ടുണ്ട് അല്ലെ. അപ്പൊ പല വേർഡുകളും നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളതാണ്. അതിലൊന്നാണ് ക്ലോസപ്പ്. എന്താണ്? ദ ഇമേജ് ബീങ് ഷോട്ട് ടേക്സ് അപ് ദ at least 8% of the frame. The close-up take us into the mind of a character. അല്ലെ, ഒരു 80% ആ വ്യക്തിയെ ഇങ്ങനെ കാണുന്ന രീതിക്ക്, ഇങ്ങനെ ഫേസ് ഒക്കെ ഇങ്ങനെ കംപ്ലീറ്റ് കാണുന്ന രീതിയിലോട്ട് ഇങ്ങനെ ഒരു ഇതിന് കുറച്ചും കൂടെ ഒക്കെ മുകളിലോട്ടായിട്ടൊക്കെ ഇങ്ങനെ അല്ലെ. അതിന് എന്തൊരു വസ്തുവാണെങ്കിലും അങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു 80% ക്ലോസപ്പ് ആണ് കേട്ടോ, 100% പറയുന്നില്ല. ഒരു 80% ആ മനുഷ്യന്റെ കുറച്ചൊക്കെ അത്രത്തോളം അടുത്ത് നിന്നിട്ടായിരിക്കും ആ ഷൂട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ വസ്തുവിന്റെ അത്രത്തോളം അടുത്തായിരിക്കും ക്യാമറ ഉണ്ടാവുക. ഓക്കെ, എക്സ്ട്രീം ക്ലോസപ്പ് അല്ലെ. ക്ലോസപ്പിന്റെ മറ്റൊരു വെർഷനാണ് എക്സ്ട്രീം ലെവൽ, അങ്ങേ അറ്റമാണ്. എക്സ്ട്രീം പറഞ്ഞാൽ എന്താ? അങ്ങേ തലത്തിലാണ് അല്ലെ. അങ്ങേ അറ്റം പറഞ്ഞാൽ എന്താ? അത്രയും ക്ലോസ് ആയിരിക്കും. നോക്കാം, ദ ഇമേജ് ബീങ് ഷോട്ട് ഇസ് എ പാർട്ട് ഓഫ് ദ വോൾ സച്ച് ആസ് ആൻ ഐ ഓർ ഹാൻഡ്. അത്രത്തോളം അല്ലെ. ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ആളുകൾ പേടിച്ചൊക്കെ നിൽക്കുന്ന സീനുകളും അങ്ങേയറ്റം വികാരഭരിതമായിട്ടുള്ള സീനുകളൊക്കെ എടുക്കുമ്പോൾ അടുപ്പിച്ച് പോയി അവസാനം കണ്ണ് മാത്രം കാണുന്ന രീതിയിലോട്ട് അല്ലെ. അതുപോലെ ഒരാളെ കുത്തിക്കൊല്ലുന്ന സീനൊക്കെ ഉണ്ടെങ്കിൽ ദൂരത്ത് നിന്ന് പിന്നെ വന്ന ആ കയ്യും ആ കത്തി മാത്രം അങ്ങനെയൊക്കെ കാണുന്ന രീതിയിലോട്ട് എടുക്കാം. അത്രയും എക്സ്ട്രീം ലെവലിൽ ക്ലോസ് ചെയ്തെടുക്കും അല്ലെ. അപ്പൊ അതിനാണ് എക്സ്ട്രീം ക്ലോസപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ ക്യാമറ ആംഗിൾസ്. ഇനി ക്യാമറ എവിടെ വെക്കണം? ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം എല്ലാവർക്കും സെൽഫി എടുത്തും വീഡിയോ എടുത്തൊക്കെ ശീലം ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാം ക്യാമറ എവിടെ വെച്ചാൽ ഇന്ന രീതിക്ക് സീൻ കിട്ടും, ക്യാമറ എവിടെ വെച്ചാൽ ഫുള്ള് കിട്ടും, ക്യാമറ എവിടെ വെച്ചാൽ എങ്ങനെ കിട്ടും, ഇതൊക്കെ നിങ്ങൾക്ക് നല്ല പോലെ അറിയാം എന്ന് എനിക്കറിയാം. ഇപ്പോൾ എല്ലാവരും വീഡിയോസ് ഒക്കെ എടുക്കുന്നവരാണ്. എന്നിരുന്നാലും നമുക്ക് നോക്കാം, ക്യാമറ ആംഗിൾസിനെ നോക്കാം. ഫസ്റ്റ് ഐ ലെവൽ. ഓക്കെ, ഐ ലെവൽ ആട്ടോ. ഐ ലെവലിൽ ഇതാ ഇപ്പൊ നമ്മുടെ ഏകദേശം ഒരു ഐ ലെവലിലാണ് വെക്കുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ പോലും ഒരു ഐ ലെവലിലാണ് വെച്ചിട്ടുള്ളത്. നോക്കാം, ഇറ്റ് ഈസ് എ ഷോട്ട് ടേക്കൻ ഫ്രം എ നോർമൽ ഹൈറ്റ് ദ ക്യാരക്ടർ ഐ ലെവൽ അല്ലെ. ഒരു ക്യാരക്ടറിന്റെ ഒരു ഐ ലെവലിൽ നോർമൽ ഹൈറ്റിലായിരിക്കും ഈ ക്യാമറ വെച്ചിട്ടുണ്ടാവുക. 90 to 95% ഓഫ് ദ ഷോട്ട് സീൻ ആർ ഐ ലെവൽ ബിക്കോസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ ആംഗിൾ അല്ലെ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള ഒരു ആംഗിൾ ആയിട്ട് എപ്പോഴും നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആംഗിൾ തന്നെയാണ് ഇത്. കാരണം ഇതെന്താ, ഒരു ഐ ലെവലിൽ എടുക്കുകയാണ്, അല്ലാതെ ഇങ്ങോട്ടോ എടുക്കുന്നതായിട്ടുള്ള എപ്പോഴും നോർമലി ആയിട്ടുള്ള ഒരു പൊതുവെ ഒരു 80% 90% അടുത്ത് ഈ ഒരു ആംഗിൾ തന്നെ ആയിരിക്കും. ഒരു ഐ ലെവൽ ആംഗിൾ എടുത്താലുള്ള കറക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയുടെ കംപ്ലീറ്റും ഈ പറഞ്ഞ മാതിരി വൃത്തിയായിട്ട് കിട്ടുക. ഓക്കെ, സോ ഒരു ഐ ലെവലിൽ ക്യാമറ വെക്കുന്നതാണ് ഫസ്റ്റ് വൺ. ദെൻ ഹൈ ആംഗിൾ. ഇനി ഹൈ ആംഗിൾ ആണ് കേട്ടോ. ദെൻ നോക്കാം, ദ ക്യാമറ ഇസ് എബോവ് ദ സബ്ജക്ട്. ഇവിടെ ക്യാമറ എവിടെയായിരിക്കും? നമ്മുടെ ഐ ലെവലിലല്ല, ഈ നിൽക്കുന്ന സബ്ജക്ട് മീൻസ് ഹിയർ ആരാണ്? ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളൊക്കെ ആയിരിക്കും അല്ലെ പൊതുവെ ഫിലിമിൽ ഉണ്ടാവുക. അപ്പൊ ഈ കാണുന്ന ഈ സബ്ജക്റ്റിന് മുകളിലായിരിക്കും ക്യാമറ. അതിന്റെ മുകളിൽ വെക്കാന്നല്ല, ക്യാമറ എടുക്കുമ്പോ അതിന്റെ മുകളിലായിരിക്കും. ഓക്കെ, ഐ ലെവലിന് കുറച്ച് ഹൈയിലായിരിക്കും. ഓക്കെ, this usually has the effect of making the subject look smaller than normal അല്ലെ. നോർമലായിട്ടും കൂടുതൽ സ്മോൾ ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈ ആംഗിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹൈയിൽ എടുത്തു കഴിയുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഒബ്ജക്റ്റ് എന്തായിട്ട് മാറും? സ്വാഭാവികമായിട്ടും ഒന്ന് ചെറുതാവും അല്ലെ.
ആവും അല്ലെ? അപ്പൊ ഈ വ്യക്തിയേക്കാൾ കൂടുതൽ ഹൈ ആംഗിളിൽ ക്യാമറ പോകുമ്പോ ഈ വ്യക്തി മറ്റിനേക്കാൾ ഒന്നും കൂടെ എന്തായിട്ട് മാറും? നോർമൽ ആയിട്ട് മാറും. ഓക്കെ, ഗിവിംഗ് ഹിം ഓർ ഹെർ അപ്പിയറൻസ് ഓഫ് ബീങ് വീക്ക്, പവർലെസ്, ട്രാപ്ഡ് അല്ലെ? വളരെ വീക്കായിട്ട്, ക്ഷീണിതനായിട്ട്, പവർഫുൾ ആയിട്ട്, വളരെ ഇമോഷണലി വീക്കൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഹൈ ആംഗിളിൽ പോയിട്ട് ക്യാമറ വെക്കുന്നത്. ഓക്കെ, ദെൻ ലോ ആംഗിൾ പറയുമ്പോൾ തന്നെ അറിയാം ഹൈന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ അല്ലെ? ലോ ആംഗിളിൽ കൊണ്ടുപോയി ക്യാമറ വെക്കാം. ദ ക്യാമറ ഫിലിംസ് സബ്ജക്ട് ഫ്രം ബിലോ അല്ലെ? ഇവിടെ എന്താണ്? സബ്ജക്റ്റിന്റെ താഴെയാണ് ക്യാമറ വരുന്നത്. സബ്ജക്റ്റ് ആണ് പൊന്തി നിൽക്കുന്നത്, ക്യാമറ സബ്ജക്റ്റിന്റെ ആയിട്ടും താഴ്ന്നു നിൽക്കും. ഓക്കെ, this usually has the effect of making the subject look larger than normal. ഇങ്ങനെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നോർമൽ ആയിട്ടും കൂടുതൽ ലാർജ് ആയിട്ട് തോന്നും ഈ പറഞ്ഞ സബ്ജക്റ്റിന്. ഓക്കെ, മറ്റേതെന്തായിരുന്നു? സബ്ജക്റ്റ് ഒന്ന് ഷോർട്ട് ആവായിരുന്നു ചെയ്യുക അല്ലെ, ചെറുതാവായിരുന്നു. ഇവിടെ സബ്ജക്റ്റ് ഒന്ന് ലാർജ് ആയിട്ട് തോന്നും, കാരണം ലോ ആംഗിളിലാണ് ക്യാമറ വെച്ചിട്ടുള്ളത്. therefore strong and powerful threatening അല്ലെ? സ്ട്രോങ്ങും പവർഫുൾ ത്രെറ്റനിങ് ഒക്കെ ആയിട്ടുള്ള, അത് നേരെ വീക്ക് ആണെങ്കിൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ആംഗിളിൽ ക്യാമറ വെക്കുന്നത്. ക്ലിയർ? ദെൻ ക്യാമറ മൂവ്മെന്റ്സ്. ഇനി ക്യാമറ ഒന്ന് ചലിപ്പിച്ച് നോക്കാം അല്ലെ? ക്യാമറ വെച്ച് കഴിഞ്ഞു അല്ലെ? അപ്പൊ അങ്ങനെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കാൻ കഴിയില്ല. ഓട്ടം ഉണ്ടാവും, പാട്ടുണ്ടാവും, ഓടിപ്പോകുന്നുണ്ടാവും, മറിഞ്ഞു വീഴുന്നുണ്ടാവും അല്ലെ? ഫൈറ്റുകൾ ഇടയിലൂടെ പോണ്ടി വരും. ഇങ്ങനെ പല രീതിക്കും ക്യാമറ മൂവ് ചെയ്യേണ്ടി വരും. നോക്കാം ക്യാമറകളുടെ മൂവ്മെന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, പാൻ അല്ലെ? നമ്മുടെ പാൻ എന്ന് പറയുമ്പോ പാത്രം, ആ പാൻ അല്ല കേട്ടോ, ഇത് പാൻ. ഈ സ്റ്റേഷനറി ക്യാമറ മൂവ്സ് ഫ്രം സൈഡ് ടു സൈഡ് ഓൺ എ ഹൊറിസോണ്ടൽ ആക്സിസിൽ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് ഇങ്ങനെ ക്യാമറ മൂവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? പാൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടിൽറ്റ്. A stationary camera moves up down along a vertical axis അല്ലെ? അപ്പായിട്ടും ഡൗൺ ആയിട്ടും അപ്പായിട്ടും ഡൗൺ ആയിട്ടും ഇങ്ങനെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ ക്യാമറ ചലിപ്പിച്ച് പോകുന്നതിനെയാണ് ടിൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സൂം. ഇത് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ? നിങ്ങളൊക്കെ പലപ്പോഴും നിങ്ങളുടെ സ്കൂളിലൊക്കെ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരുപാട് ദൂരത്ത് നിന്നിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോ നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വീഡിയോ എടുക്കാൻ നിങ്ങൾ ചെയ്യുന്നൊരു ഏർപ്പാടുണ്ട്. ക്യാമറ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നീക്കി സൂം ആക്കിയിട്ട് ആ വ്യക്തിയെ മാത്രം എടുക്കും അല്ലെ? അത് എന്തുകൊണ്ടാണ്? ആ ഒബ്ജക്റ്റ് എവിടെയാണ് നിൽക്കുന്നത്? ഇതിലെ സബ്ജക്റ്റ് ഇവിടത്തെ വ്യക്തിയോ അല്ലെങ്കിൽ എന്താവട്ടെ, വസ്തു ആവട്ടെ, അത് ക്യാരക്ടർ എവിടെയാ നിൽക്കുന്നത്? നമ്മൾ ഓഡിയൻസിൽ നിന്നും ഒരുപാട് ദൂരത്തായിരിക്കും നിൽക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സൂം ചെയ്തിട്ടാണ് ക്യാരക്ടറിനെ നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരിക അല്ലെ? അപ്പൊ നമ്മള് ഫുട്ബോൾ കാണുമ്പോൾ, ക്രിക്കറ്റ് കാണുമ്പോഴൊക്കെ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പല ആളുകളും ക്യാമറ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടാണ് അതിന്റെ അങ്ങേ അറ്റത്തിൽ ആ ഗോൾ അടിക്കുന്ന സീനുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതാണ് സൂം എന്ന് പറയുന്നത്. നോക്കാം. Here we have a stationary camera where the lens move to make an object seem to move closer to a further away from the camera അല്ലെ? ഒരുപാട് ദൂരത്തായിരിക്കും, ക്യാമറയിൽ നിന്ന് ഒരുപാട് ദൂരത്തായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാണ്? വളരെ ക്ലോസ് ആയിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂം എന്ന് പറയുന്നത്. With this technique, moving into a character is often personal or revealing movements while moving away distance or separate the audience from the character അല്ലെ? ഞാൻ പറഞ്ഞ പോലെ ഓഡിയൻസിന്റെ അടുത്ത് വളരെ ഡിസ്റ്റൻസ് ആയിട്ടായിരിക്കും. അപ്പൊ ആ ടൈമിലാണ് ഇവരുടെ ക്യാരക്ടർ റിവീലിംഗ് മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? സൂം ചെയ്തിട്ടിരിക്കും. സൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് മാത്രം ഓർത്താൽ മതി, നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ്. ക്യാമറ എടുക്കുമ്പോൾ, ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ ദൂരെയാണെങ്കിൽ എന്ത് ചെയ്യാണ്ട് ഒന്ന് സൂം ചെയ്തിട്ടൊക്കെ നോക്കാറുണ്ട് അല്ലെ? അപ്പൊ അത് തന്നെയാണ് കേട്ടോ ഈ സൂം. നോക്കാം. ദെൻ dolly or trucking അല്ലെ? Camera is on a track that allows to move with the action. The term also refers to any camera mounted a car, truck, helicopter അല്ലെ? കാറിന് മുകളിലോ ട്രക്കിന് മുകളിലോ ഹെലികോപ്റ്ററിന് മുകളിലൊക്കെ ക്യാമറ വെച്ച് മൂവ് ചെയ്യുന്നതിനും ഇത് റെഫർ ചെയ്യാറുണ്ട് ഈ വേർഡ്. ക്യാമറ എന്ത് ചെയ്യാണ്? ട്രാക്കിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ട്രാക്ക് കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഫിലിംസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു റെയിൽ പാളം പോലെ ഒരു സംഭവം. ആ ട്രാക്കിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യിക്കും അവരിങ്ങനെ, ഇവരിങ്ങനെ പോകുന്നതനുസരിച്ച് ട്രാക്കിലൂടെ ഇങ്ങനെ പോകും. അതേപോലെ തന്നെയാണ് ഈ കാറിന്റെ മുകളിലും വണ്ടിയുടെ മുകളിലൊക്കെ എടുത്തു വെച്ചിട്ട് വണ്ടി ഓടുമ്പോ അതിന്റെ കൂടെ ക്യാമറയും പോകുന്നുണ്ടല്ലോ, അതൊക്കെ ഈ ട്രാക്കിലാണ് പെടുക. ഓക്കെ, ദെൻ ബ്രൂം ഓർ crane അല്ലെ? Camera is on a crane over the action അല്ലെ?
ക്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ക്രെയിൻ കണ്ടിട്ടുണ്ടോ? ഭാരം ഉയർത്തുന്ന വസ്തുക്കൾക്കാണ് ഈ ക്രെയിൻ എന്ന് പറയാം. നിങ്ങൾ ചില ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ക്യാമറാമാനും ഒരു ഇതിലിങ്ങനെ ഹൈറ്റ് പോലത്തെ ഒരു സംഭവം അല്ലെ, അതിമിങ്ങനെ ഇരിക്കും, ക്യാമറ ഉണ്ടാവും, ആളെങ്ങനെ പൊങ്ങി പൊങ്ങി പോവും അല്ലെ, ആളെപ്പോഴും ഒരു പൊക്കത്തിൽ ഇങ്ങനെ ഇരിക്കും. അതുപോലെ ആൾക്ക് ഇരിക്കാനുള്ള ഒരു പ്ലേസ് ഉണ്ടാവും, ഒരു ക്യാമറയിൽ നോക്കും. ആ വ്യക്തിയെ ഈ ക്രെയിൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ക്രെയിൻ ഇങ്ങനെ ഉയർന്നിട്ടായിരിക്കും ക്യാമറ എടുക്കുക അല്ലെ. അപ്പൊ അത് ഇവര് പോകുന്നതനുസരിച്ച് ഇങ്ങനെ ഹൈറ്റിലോട്ടൊക്കെ പോവും. അങ്ങനെ ആ വ്യക്തിയെ ഉയർത്തുന്ന ഒരു തരം ക്രെയിൻ ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ദിസ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഓവർ ഹെഡ് ഷോട്ട് അല്ലെ. ഓവർ ഹെഡ് ആയിട്ടുള്ള ഷോട്ട് ഒക്കെ എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ക്യാമറമാനും ക്യാമറയൊക്കെ ഇങ്ങനെ പൊന്തി പോകേണ്ടി വരും. ഓക്കെ, നമ്മൾ പല ഫിലിംസിലും ഫിലിമിന്റെ ഒക്കെ ഷൂട്ടിങ് ഉണ്ടോ, അപ്പൊ അതിനൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇത് അല്ലെ, ഒരു ക്രെയിനിൽ ഇങ്ങനെ പൊന്തി നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന അല്ലെ. ഓക്കെ, ദെൻ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. If you want to show the feelings of a character, what type of shot will you choose? അല്ലെ, നമ്മള് ക്യാരക്ടറിന്റെ ഫീലിംഗ് അത്യാവശ്യം നല്ല നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഷൂട്ട് വെക്കും എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻസർ എന്തായിരിക്കും. സ്വാഭാവികമായിട്ടും ക്ലോസ് ചെയ്താലല്ലേ അത്രത്തോളം ഫീലിംഗ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെ. നോക്കാം അടുത്തത്. If you want to show a character running, what camera movement will you use? അല്ലെ, ഒരു ക്യാരക്ടർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, റോഡിലൂടെ ഓടുകയാണ് അല്ലെ, ആ ടൈമിൽ നിങ്ങൾ ഏത് മൂവ്മെന്റ് ആണ് യൂസ് ചെയ്യുക? ക്യാമറ മൂവ്മെന്റ് ആ ചോദിച്ചത് കേട്ടോ. ദെൻ തേർഡ് വൺ, ഇഫ് യുവർ പ്രൊട്ടഗണിസ്റ്റ് ഈസ് വാക്കിംഗ് ഡിസപ്പോയിന്റഡ് ത്രൂ ദ പാഡി ഫീൽഡ് അല്ലെ, നിങ്ങളുടെ മെയിൻ ഹീറോ എന്ത് ചെയ്യാണ്, വളരെ നിരാശയോടുകൂടി ഒരു പാലത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. അവിടെ നിങ്ങൾ ഏത് ക്യാമറ വെക്കും? ദ ക്യാമറ വിൽ യു യൂസ് എന്നാണ് ചോദ്യം. ഓക്കെ, ദെൻ if you want to show a tall tree from bottom to top, which camera movement will you use? അല്ലെ, ഒരു മരത്തിന് താഴെ മുകളിലൊക്കെ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഏത് ക്യാമറ യൂസ് ചെയ്യും? വെർട്ടിക്കൽ ആയിട്ട് ഇങ്ങനെ ഏതോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടിൽറ്റ് അല്ലെ. നോക്കാം അടുത്തത്. ഇഫ് യു വാണ്ട് ടു ഷൂട്ട് എ ക്യാരക്ടർ സെയിങ് സംതിങ് വെരി കാഷ്വൽ, വിച്ച് ഷൂട്ട് വിൽ യു പ്രിഫർ? അല്ലെ, വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയും സീരിയലും പൊതുവെ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ അത് മീഡിയം ഷോട്ട് ആയിരിക്കും. നോക്കാം, ആൻസർ ഒക്കെ നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഫീലിങ്സ് അല്ലെ, ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ആണെങ്കിൽ ക്ലോസപ്പ് ആണ്. ഒരു വ്യക്തി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ടോളിയോ ട്രാക്കിങ്ങോ വേണം അല്ലെ. ദെൻ ഹൈ ആംഗിളിൽ എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റു കാര്യങ്ങൾ അറിയാൻ പറ്റും. ദെൻ ടിൽറ്റ് എന്തായിരുന്നു? ട്രീ, ഒരു മരത്തിന്റെ അപ്പും ഡൗണും എടുത്താലേ ഉള്ളൂ അല്ലെ, മുകളിലും താഴേക്ക് എടുത്താലേ കംപ്ലീറ്റ് കിട്ടുള്ളൂ. ദെൻ മീഡിയം ഷോട്ട് എന്താണ്? പൊതുവെ ഒരു വ്യക്തി കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ മീഡിയം ഷോട്ടിൽ എടുക്കും. ക്ലിയർ? Then activity 2. The following words are taken from the article Project Tiger. Write them in appropriate columns and also write the base words in the table given below. അല്ലെ, അപ്പൊ പ്രൊജക്ട് ടൈമിന് കുറച്ച് വേർഡ്സ് ഒക്കെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുള്ള വേർഡ്സ് ആണെന്ന്. ഇമ്പോസിബിൾ, മേക്കിംഗ്, ഫിലിംസ്, ഇൻവിസിബിൾ, ചൈൽഡ്ഹുഡ്, അൺഫാസ്റ്റൻഡ്, ക്യാമറമാൻ, കസ്റ്റമറി, ഫിലിം മേക്കർ. ഇതൊക്കെ നമുക്ക് ഒരുപാട് പരിചയമുള്ള വേർഡുകളാണ് എല്ലാം അല്ലെ, ഒത്തിരി പരിചയമുള്ള വാക്കുകളാണ് അല്ലെ. നോക്കാം ഇവർക്കൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു തന്നെ നോക്കാം. ബേസ് ഫോംസ് ഓഫ് എ വേർഡ്സ് ടേക്ക് പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ് ടു മേക്ക് ന്യൂ വേർഡ്സ് ഫോം അല്ലെ. ബേസ് ഫോമിന്റെ കൂടെ നമ്മൾ മുമ്പിലും ബാക്കിലും ഒക്കെ കുറച്ച് വേർഡുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ സഫിക്സും പ്രിഫിക്സും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. സംടൈംസ് ടു ബേസ് ഫോംസ് ആർ ഓൾസോ ആഡഡ് ടുഗദർ ടു ഫോം എ ന്യൂ വേർഡ്സ് അല്ലെ. ചില സമയത്ത് നമുക്ക് പ്രിഫിക്സും സഫിക്സും ഒന്നും അല്ലാതെ തന്നെ രണ്ട് വേർഡുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഒരു പുതിയ വേർഡ് കിട്ടാറുണ്ട് അല്ലെ. നോക്കാം. ദീസ് വേസ് ഓഫ് ഫോമിങ് ന്യൂ വേർഡ്സ് ആർ കോൾഡ് പ്രിഫിക്സേഷൻ, സഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ് അല്ലെ. മുമ്പിൽ ചേർക്കുമ്പോൾ പ്രിഫിക്സ് പറയും, ബാക്കിലാണെങ്കിൽ സഫിക്സ്, ദെൻ കോമ്പൗണ്ട് വേർഡ്സ് അല്ലെ. രണ്ട് വേർഡ്സുകൾ തമ്മിൽ ഒന്നിപ്പിക്കുമ്പോൾ കിട്ടുന്ന വേർഡ്സുകളാണെങ്കിൽ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയും. നോക്കാം. ബേസ് വേർഡ് അല്ലെ, ബേസ് വേർഡ് തന്നിട്ടുണ്ട്. പ്രിഫിക്സ് വേർഡ്സ് ഫോംഡ് ബൈ പ്രിഫിക്സേഷൻ അല്ലെ. മുമ്പിൽ ചേർക്കുമ്പോൾ തന്നിട്ടുണ്ട് വേർഡ്സ് ഫോംഡ് ബൈ സഫിക്സേഷൻ അല്ലെ. ബാക്കിൽ വേർഡ് ആഡ് ചെയ്യുമ്പോൾ തന്നിട്ടുണ്ട്. ദെൻ കോമ്പൗണ്ടിങ് വന്നിട്ടുണ്ട്. നോക്കാം. പോസിബിൾ, പോസിബിൾ എന്താണ്? ബാക്കിലോ അല്ലെങ്കിൽ ഒന്നിച്ചോ അല്ല,
ഇമ്പോസിബിൾ ആണ് അല്ലെ, IM ചേർക്കാണ്. ഇവിടെ എന്താ ചേർത്തത്? IM ചേർക്കാണ് ചെയ്തത്. അപ്പൊ അതെന്താണ്? ഫ്രണ്ടിൽ ചേർത്തിട്ടുണ്ട്, IM ചേർത്തപ്പോൾ ഇമ്പോസിബിൾ ആയി, സോ പ്രിഫിക്സ് ആണ്. ഓക്കെ, ദെൻ മേക്ക്. മേക്ക് എവിടെയാണ്? സഫിക്സ് ആണ് അല്ലെ, മേക്കിംഗ് അല്ലെ, മേക്കിംഗ്, മേക്ക്ഡ് ഇങ്ങനെയൊക്കെ പറയാറുള്ളൂ അല്ലെ. അപ്പൊ എന്താണ്? മേക്കിംഗ്, ING ചേർത്തു, സോ സഫിക്സ് ആണ്. ഓക്കെ, ദെൻ ഫിലിം. ഫിലിം എന്താണ്? സിമ്പിൾ ആയിട്ട് തന്നെ ഫിലിംസ്. ഓക്കെ, ദെൻ വിസിബിൾ. വിസിബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവിസിബിൾ ആക്കാൻ പറ്റും അല്ലെ, ഇൻവിസിബിൾ ആക്കാൻ പറ്റും. പ്രിഫിക്സ് ആണ് കേട്ടോ, ഇന്നാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ചൈൽഡ്. ചൈൽഡിന് അങ്ങനെ പ്രിഫിക്സും സഫിക്സും ഒന്നുമില്ല, 2 വേർഡുകളാണ് അല്ലെ, ചൈൽഡ് ഒന്നും ഹുഡ് ഒന്നും. അപ്പൊ എന്ത് വന്നു? ചൈൽഡ്ഹുഡ്. ഓക്കെ, ദെൻ ഫാസ്റ്റൺ അല്ലെ, അൺഫാസ്റ്റൺ, അൺഫാസ്റ്റൻഡ്. ഇവിടെ രണ്ടും വന്നിട്ടുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ അണ്ണ് വരുമ്പോ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബാക്കിൽ EDയും കൂടെ വരുമ്പോ എന്താവുന്നുണ്ട്? സഫിക്സ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ക്യാമറ. ക്യാമറ ഇതെന്താണ്? കോമ്പൗണ്ട് വേർഡ്സ് ആണ് അല്ലെ. ക്യാമറ മാൻ, 2 വേർഡുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് ക്യാമറാമാൻ. ദെൻ കസ്റ്റം അല്ലെ, കസ്റ്റമർ അല്ലെ. കസ്റ്റമർ എന്ന് പറയുമ്പോ ഇതാ കണ്ടോ, ARY ചേർത്തു, സഫിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, ബാക്കിലാണ്, അപ്പോ സഫിക്സ് ആണ്. ദെൻ ഫിലിം. ഫിലിം മേക്കർ അല്ലെ, 2 വേർഡ് കൂട്ടിച്ചേർത്തിട്ട് കോമ്പൗണ്ട് വേർഡ് ആയിട്ട് ഫിലിം മേക്കർ ചേർത്തിട്ടുണ്ട് അല്ലെ. വളരെ ഒരുപാട് മുമ്പ് നമ്മളിത് പഠിക്കുന്നതാണ്, വളരെ സിമ്പിൾ ആണ് കേട്ടോ. പ്രിഫിക്സ് ഫ്രണ്ടിൽ ചേർക്കുന്നതും സഫിക്സ് ബാക്ക് ചേർക്കുന്നതും ഇത് രണ്ടും അല്ലാതെ സെപ്പറേറ്റ് 2 വേർഡ്സുകൾ തമ്മിൽ ഒന്നിപ്പിച്ചിട്ടുള്ളതാണ് കോമ്പൗണ്ടിങ് വേർഡ്സ്. ദെൻ ആക്ടിവിറ്റി 3. Filling the following blanks with a suitable words given in the box അല്ലെ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് അടിപൊളി വാക്കുകളൊക്കെ പുതുതായിട്ടുള്ള പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചേർത്തിട്ട് കുറച്ച് എക്സാമ്പിൾ ഒക്കെ ചെയ്യാനാണ് തന്നിട്ടുള്ളത്. നോക്കാം. റെവറൻഷ്യലി. റെവറൻഷ്യലി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടൊക്കെ, സ്നേഹത്തോട് കൂടിയിട്ട്, റെസ്പെക്റ്റോട് കൂടിയിട്ടൊക്കെ ചില ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലോ അല്ലെ, അതിനാണ് റെവറൻഷ്യലി എന്ന് പറയുന്നത്. ഓക്കെ, കസ്റ്റമറി മീൻസ് എന്താണ്? പതിവായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ പ്രൊട്ടഗണിസ്റ്റ് മീൻസ് എന്താണ്? മെയിൻ ഹീറോ, നായകൻ അല്ലെ. ദെൻ പെട്രിഫൈഡ്. പെട്രിഫൈഡ് എന്നതാ ഒരു ടെറിഫൈഡ് ആയിട്ടുള്ള, ഭയാനകരമായിട്ടുള്ള എന്ന അർത്ഥത്തിൽ. ദെൻ ഫെറോഷ്യസ് മീൻസ് എന്താ? അത്യുഗ്രൻ അല്ലെ, ഉഗ്രൻ. ദെൻ റോബസ്റ്റ് മീൻസ് നല്ല ഹെൽത്തി, സ്ട്രോങ് ആൻഡ് ഫിറ്റ് ആയിട്ട്, ആരോഗ്യവാനായിട്ടുള്ള അല്ലെ. അഫേർഡ് മീൻസ് എന്താണ്? അത് അങ്ങേറ്റം നമ്മൾ അതിനു വേണ്ടിയിട്ട് അഫേർഡ് ചെയ്യില്ല, അങ്ങേയറ്റം അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നൊക്കെ പറയില്ല, അതിനാണ്. ദെൻ ഫസ്റ്റ് നോക്കാം. In Chaplin's film The Circus, the lion in the cage does not seem to be dash. അല്ലെ, ചാപ്ലിന്റെ സർക്കസ് എന്ന് പറയുന്ന ഫിലിമില് ലയൺ കേജ് ഒന്നും ആയിട്ട് തോന്നുന്നില്ല എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്തായിട്ട് തോന്നുന്നില്ല എന്നായിരിക്കും? സ്വാഭാവികമായിട്ട് ഫെറോഷ്യസ് എന്നായിരിക്കും. നമുക്ക് നോക്കാം. Then it is dash to make a screen test before casting a actor for a role. അല്ലെ, ഒരു റോളിലോട്ട്, ഒരു ക്യാരക്ടറിന്റെ ഒരു റോളിലോട്ട് ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവാറുണ്ട്? പതിവായിട്ട് എന്ത് നടത്താറുണ്ട്? സ്ക്രീൻ ടെസ്റ്റ് നടത്തിയിട്ടാണ് ക്യാരക്ടറിനെ തെരഞ്ഞെടുക്കാറുള്ളത് അല്ലെ. എന്താണ്? പതിവായിട്ട് എന്ത് ചെയ്യാറുണ്ട്? സ്ക്രീൻ ടെസ്റ്റ് നടത്തിയിട്ടാണ് ക്യാരക്ടറിനെ തെരഞ്ഞെടുക്കാറ്. അപ്പോ കസ്റ്റമർ അല്ലെ. In the fight scene, the boys were dash at the thought of having to die from the leads. അല്ലെ, അത് വളരെ ഭയാനകരമായിട്ട് ആ ബോയ്സ് എന്ത് ചെയ്തു? ആ ഫൈറ്റിംഗ് സീനിൽ ഡൈവ് ചെയ്തിട്ട് പോയി. Then fourth one, they were looking for a dash youth to do the role of an army person. അല്ലെ, ആർമിക്കൊക്കെ എടുക്കുമ്പോ കുറച്ച് ഫിറ്റ് ആയിട്ടുള്ള ആളുകളെയാണ് ആർമിയിലോട്ടൊക്കെ എടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വേർഡും അതിലുണ്ട്. ഓക്കെ, then Prem Nazir is one of the most dash remembered actor in മലയാളം സിനിമ അല്ലെ. മലയാള സിനിമയിൽ ആളുകൾ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും എന്നും കാണുന്ന ഒരു വ്യക്തിയാണ് എന്ത്? പ്രേം നസീർ. ആ വേർഡും അതിലുണ്ട്. Then producers of low budget film can't afford to rated actors. അല്ലെ, എന്താണ്? ലോ ബഡ്ജറ്റ് ഫിലിംസിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ആരെ കിട്ടാറില്ല മക്കളെ? വലിയ വലിയ ആക്ടേഴ്സിനെ, ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ കിട്ടൂല. ലോ ബഡ്ജറ്റ് അവർക്ക് തന്നെ വേണ്ടി വരും ഒരു അത്യാവശ്യം ബഡ്ജറ്റ് അല്ലെ. അപ്പോ അവർക്കത് എന്ത് ചെയ്യാൻ കഴിയില്ല?
അതിനു വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ടോ അതിനുള്ളത് അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാറില്ല അല്ലെ. അത് ആ റിസ്ക് അവർക്ക് എടുക്കാൻ കഴിയാറില്ല. ഓക്കെ, ദെൻ ദ വെറ്ററാൻ ഡയറക്ടർ ഹാസ് ദ ഡിസൈഡ് ടു കാസ്റ്റ് ആൻ അമച്യൂർ ആക്ടർ ആസ് ഇൻ ഹിസ് ന്യൂ ഫിലിം അല്ലെ. അദ്ദേഹത്തിന്റെ മെയിൻ ഫിലിമിലെ അമിത്യൂറിനെ എന്തായിട്ടുണ്ട്, മെയിൻ ആക്ടർ ആക്കാൻ വേണ്ടിയിട്ട്, മെയിൻ ക്യാരക്ടർ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെ, മെയിൻ ഹീറോ. ആ വേർഡും അതിലുണ്ട്. നോക്കാം, ആൻസേഴ്സ് നോക്കാം. In Chaplin's films, the circus, the lion in the cage does not seem to be ferocious. അല്ലെ, അതൊരു അത്യുഗ്രമായിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല. ആ കേജ്, ആ കൂടിനെ നമുക്ക് വളരെ അത്യുഗ്രമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നോക്കാം. ഇറ്റ് ഈസ് എ കസ്റ്റമറി ടു ടേക്ക് എ സ്ക്രീൻ ടെസ്റ്റ് ബിഫോർ കാസ്റ്റിംഗ് ആൻ ആക്ടർ ഫോർ എ റോൾ അല്ലെ. അത് തന്നെയാണ്, ഒരു റോളിലോട്ട് ഒരു ആക്ടർ തെരഞ്ഞെടുക്കുമ്പോൾ പതിവായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അവരുടെ കാസ്റ്റിംഗ് നടത്താറുണ്ട് അല്ലെ. സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് അവരെ എടുക്കാറുള്ളത്. ദെൻ in the fight scene the boys were petrified അല്ലെ, terrified at the thought of having to die from the leads അല്ലെ. ബോയ്സ് ആണ് അങ്ങനെ വളരെ സാഹസികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത് ആ ഫൈറ്റ് സീനിൽ കേട്ടോ. they were looking for a robust youth to do the role of an army person അല്ലെ. ഒരു ആർമിയിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ആർമിയിലോട്ട് എടുക്കുന്ന ആളുകളെ എങ്ങനെയുള്ളതാണ്, വളരെ ആരോഗ്യവാനായിട്ടുള്ള ആളുകളെയാണ് ആർമിയിലോട്ട് എടുക്കാൻ അന്വേഷിക്കുന്നത്. പ്രേം നസീർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെവറൻഷ്യലി റിമെമ്പേർഡ് ആക്ടർ ഇൻ മലയാളം സിനിമ. വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട്, വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആളുകൾ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്, ഒരു നടൻ തന്നെയാണ് പ്രേം നസീർ എന്ന് പറയുന്നത്. ഓക്കെ, then sixth one, producers of low budget films can't afford to rated actors അല്ലെ. വല്ല അത്യാവശ്യം റേറ്റഡ് ആക്ടേഴ്സിനൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അവർക്ക് അവരെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാറില്ല അല്ലെ. അത് അത്രത്തോളം അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. Then the veteran director has decided to cast an amateur actor as the protagonist in his new film അല്ലെ. പുതിയ ഫിലിമിലെ മെയിൻ ആക്ടർ ആയിട്ട് അമിത്യൂറിനെ തെരഞ്ഞെടുക്കാൻ ഡയറക്ടർ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രൊജക്ട് ടൈഗറിന്റെ പാർട്ടിൽ വരുന്ന ആക്ടിവിറ്റീസ്. ചാപ്റ്റർ എന്താണ്, ഫസ്റ്റ് കാണുന്ന പോലെയുള്ള കുഞ്ഞു ടഫ് ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, റിപ്പീറ്റ് ചെയ്ത് ചാപ്റ്റർ ഒന്ന് കാണാം. then ആക്ടിവിറ്റി ചെയ്ത് വരുമ്പോൾ ഒന്നും കൂടെ ചാപ്റ്റർ എന്താവും, ഒന്നും കൂടെ നിങ്ങൾക്ക് തറവായിട്ട് പഠിക്കാൻ സാധിക്കും. സോ എന്ത് ചെയ്യാം, ആക്ടിവിറ്റീസ് ഫിലിം ടെർമിനോളജി ഒക്കെ 2-3 വട്ടെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ട് കാണുകയും വായിക്കുകയും ചെയ്യാം കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.